നമസ്കാരം കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രവാചക കാലഘട്ടത്തിലെ മദീനയെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് വിശദമായി നോക്കാം. ഹിജ്റയും മദീനയുടെ സ്ഥാപനവും. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിനെയാണ് ഹിജ്റ എന്നു പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഈ പലായനം. അന്നത്തെ യത്രിബ് നഗരം പ്രവാചകന്റെ നഗരം എന്നർത്ഥം വരുന്ന മദീനത്തുൻ നബി എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. ആദ്യ പള്ളി. പ്രവാചകൻ മദീനയിലേക്ക് പോകുന്ന വഴിയിൽ കുബ എന്ന സ്ഥലത്ത് 4 ദിവസം താമസിച്ചു. അവിടെ വെച്ച് പ്രവാചകൻ ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചു. അതിന്റെ ആദ്യത്തെ കല്ലുവെച്ചത് പ്രവാചകൻ തന്നെയായിരുന്നു. അതിനുശേഷം യത്രിബിലേക്ക് പോയ പ്രവാചകന്റെ ഒട്ടകം നിന്ന സ്ഥലത്താണ് മസ്ജിദുൻ നബവി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. സാഹോദര്യ പ്രഖ്യാപനം. മദീനയിലെത്തിയ പ്രവാചകൻ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾക്കും മദീനയിലെ അൻസാറുകൾക്കുമിടയിൽ സാഹോദര്യബന്ധം സ്ഥാപിച്ചു. ഇത് വളരെ ശക്തമായ ഒരു ബന്ധമായിരുന്നു. മുഹാജിറുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ വേണ്ടി അൻസാറുകൾ അവരുടെ സ്വത്തിന്റെ പകുതി പങ്കിടാൻ തയ്യാറായി. പ്രധാന യുദ്ധങ്ങളും ഉടമ്പടികളും. ബദർ യുദ്ധം 624 CE. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാന യുദ്ധമായിരുന്നു ഇത്. പ്രവാചകന്റെ അനുയായികളുടെ സ്വത്ത് മക്കക്കാർ പിടിച്ചെടുത്തു വിറ്റതാണ് ഈ യുദ്ധത്തിന് കാരണം. 950 കാലാൾപ്പടയും 100 കുതിരകളും 170 ഒട്ടകങ്ങളുമുള്ള മക്കൻ സൈന്യത്തെ നയിച്ചത് അബൂജഹൽ, ഉത്ബ, ഉമയ്യ എന്നിവരായിരുന്നു. എന്നാൽ പ്രവാചകൻ 313 പേരും 2 കുതിരകളും 70 ഒട്ടകങ്ങളുമായിട്ടാണ് ബദ്രിലേക്ക് പോയത്. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. 70 മക്കക്കാർ കൊല്ലപ്പെടുകയും അത്രയും പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു. തടവുകാരോടുള്ള മുസ്ലിങ്ങളുടെ പെരുമാറ്റം വളരെ മാതൃകാപരമായിരുന്നു. പണമുള്ളവർക്ക് മോചനദ്രവ്യം നൽകി പോകാൻ അനുവാദം നൽകി. എന്നാൽ പണമില്ലാത്ത തടവുകാരെ മദീനയിലെ 10 പേരെ വീതം എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു. ഈ യുദ്ധവിജയം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. ഉഹുദ് യുദ്ധം 625 CE. ബദറിലെ തോൽവിക്ക് മക്കക്കാർക്ക് കടുത്ത അമർഷമുണ്ടായിരുന്നു. അതിനാൽ അവർ മറ്റൊരാക്രമണത്തിന് തയ്യാറെടുത്തു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 3000 സൈനികർ മദീനയിലേക്ക് മാർച്ച് ചെയ്തു. പ്രവാചകൻ 1000 പേരുമായി പുറപ്പെട്ടവെങ്കിലും വഴിയിൽ വെച്ച് 300 പേർ പിന്തിരിഞ്ഞുപോയതിനാൽ 700 പേർ മാത്രമാണ് അവശേഷിച്ചത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചുവെങ്കിലും പ്രവാചകന്റെ നിർദ്ദേശം ലംഘിച്ച് കൊള്ളമുതലെടുക്കാൻ പോയ അമ്പെയ്ത്തുകാരുടെ അശ്രദ്ധ കാരണം മക്കൻ സൈന്യം പിന്നിൽ നിന്ന് ആക്രമിച്ചു. ഈ യുദ്ധത്തിൽ ഇരുപക്ഷത്തിനും കനത്ത നഷ്ടമുണ്ടായി. വ്യക്തമായ വിജയമോ തോൽവിയോ ആർക്കുമുണ്ടായില്ല. പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചതിനാലാണ് മുസ്ലിങ്ങൾക്ക് ഈ തിരിച്ചടിയുണ്ടായത്. ഖന്ദക് യുദ്ധം 627 CE. നാടുകടത്തപ്പെട്ട ബനു നദീർ ഗോത്രക്കാർ മക്കക്കാരുമായി ചേർന്ന് മുസ്ലിങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 10,000 പേരുള്ള ഒരു സൈന്യം മദീനയെ വലഞ്ഞു. 3000 പേരുള്ള മുസ്ലിം സൈന്യം സൽമാൻ അൽ ഫാരിസിയുടെ നിർദ്ദേശപ്രകാരം നഗരത്തിനു ചുറ്റും ഒരു വലിയ കിടങ്ങ് കുഴിച്ചു. 1 മാസത്തോളം നീണ്ടുനിന്ന ഉപരോധം പരാജയപ്പെട്ടതിനെ തുടർന്ന് മക്കൻ സൈന്യം പിന്മാറി. ഹുദൈബിയ സന്ധി 628 CE. ഹജ്ജ് ചെയ്യാൻ മക്കയിലേക്ക് പോയ 1400 മുസ്ലിങ്ങളെ ഖുറൈശികൾ തടഞ്ഞു. തുടർന്ന് ഹുദൈബിയയിൽ വെച്ച് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടി പ്രകാരം മുസ്ലിങ്ങൾ ആ വർഷം മദീനയിലേക്ക് മടങ്ങണമെന്നും അടുത്ത വർഷം 3 ദിവസത്തേക്ക് മാത്രം തീർത്ഥാടനത്തിന് വരാമെന്നും തീരുമാനിച്ചു. പ്രത്യക്ഷത്തിൽ ഈ വ്യവസ്ഥകൾ മുസ്ലിങ്ങൾക്ക് ദോഷകരമായി തോന്നുമെങ്കിലും പ്രവാചകൻ അതംഗീകരിച്ചു. ഈ ഉടമ്പടി മക്കക്കാരും മുസ്ലിങ്ങളും തമ്മിൽ ഇടപഴകാൻ അവസരം നൽകി. അതിന്റെ ഫലമായി അംർ ഇബ്നു ആസ്, ഖാലിദ് ഇബ്നു വലീദ് തുടങ്ങിയ പ്രമുഖരായ മക്കക്കാർ ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം 632 CE-യിൽ പ്രവാചകൻ നടത്തിയ വിടവാങ്ങൽ പ്രസംഗം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അറഫാത്ത് മലയിൽ വെച്ചായിരുന്നു ആ പ്രസംഗം. ആ പ്രസംഗത്തിൽ പ്രവാചകൻ പല കാര്യങ്ങളും ഊന്നിപ്പറഞ്ഞു. ഓരോ മുസ്ലിമിന്റെയും ജീവനും സ്വത്തും പവിത്രമാണെന്ന് പ്രഖ്യാപിച്ചു. റിഷ്വ വാങ്ങുന്നത് നിരോധിച്ചു. ഓരോ പുരുഷനും തന്റെ ഭാര്യമാർക്ക് ചില ബാധ്യതകളുണ്ടെന്നു പറഞ്ഞു. തിരിച്ചും അങ്ങനെയാണെന്ന് ഓർമ്മിപ്പിച്ചു. അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവനെ കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ലെന്ന് പ്രഖ്യാപിച്ചു. ഖുർആനും സുന്നത്തും പിന്തുടർന്നാൽ വഴിപിഴച്ചു പോകില്ലെന്നു പഠിപ്പിച്ചു. പ്രവാചകൻ ഒരു പരിഷ്കർത്താവും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു.
അന്ധവിശ്വാസങ്ങളെയും വിഗ്രഹാരാധനയും അദ്ദേഹം സമൂലമായി ഇല്ലാതാക്കി. ഗോത്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹത്തെ ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന മതപരമായ ഒരു സമൂഹമാക്കി മാറ്റി. മദീനയിലെ സമൂഹത്തിന്റെ മതപരവും രാഷ്ട്രീയപരവുമായ നേതാവ്, സൈനിക മേധാവി, പ്രധാന ന്യായാധിപൻ, നിയമദാതാവ് എന്നീ നിലകളിൽ പ്രവാചകൻ പ്രവർത്തിച്ചു. മക്കയുടെ പതനത്തിനുശേഷം പ്രവാചകൻ തന്റെ അധികാരം ഏകീകരിച്ചു. അറബേൻ ദ്വീപിലെ ഗോത്രങ്ങളെ നയതന്ത്രത്തിലൂടെയും ശക്തിയിലൂടെയും ഒരുമിപ്പിച്ചു. അങ്ങനെ ഭാവി തലമുറകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു രാഷ്ട്രത്തിന്റെ അടിത്തറയിട്ടു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.